അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് കേക്കിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കേക്ക് ഡിസൈനെ കുറിച്ചല്ല കേട്ടോ. എന്റെ പല വീഡിയോസിന് താഴെ ഇപ്പം പലരും കമന്റ് ചെയ്യുന്നത് പ്രിമിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടാണ്. പല വീഡിയോസിനകത്ത് ഇങ്ങനെ കമന്റ് കണ്ടെങ്കിൽ ഞാൻ അത്ര ശ്രദ്ധിക്കാതെ വിട്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമന്റ്സ് വരുന്നത് കൊണ്ട് അതിന് കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇതിനകത്തൊന്ന് പിൻ ചെയ്യാം. അപ്പൊ എന്തായാലും ആദ്യത്തെ കമന്റിനുള്ള റിപ്ലൈ വന്നതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ തുടങ്ങാം. ഇത് പ്രിമിക്സ് വെച്ചിട്ടാണോ ഞാൻ കേക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ പ്രിമിക്സ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. എനിക്ക് അതിനോട് ഒരു താല്പര്യവും ഇല്ല. നമ്മൾ വീട്ടിൽ കേക്ക് ചെയ്യുന്ന സമയത്ത് ഹോം മെയ്ഡ് കേക്ക് എന്നുള്ള ഒരു ലേബൽ വെച്ചിട്ടാണ് കേക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് മൈദ, എഗ്ഗ്, പാല്, അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ബേക്കറി നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് ഹോം മെയ്ഡ് കേക്ക് ചെയ്യുന്ന രീതിയിൽ കേക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ബൾക്ക് പ്രൊഡക്ഷൻ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം ഈ മൈദ ഇങ്ങനെ ഇടഞ്ഞ് മുട്ട സെപ്പറേറ്റ് ബീറ്റ് ചെയ്ത് അതിനകത്ത് പൊടിച്ച പഞ്ചസാര ചേർത്ത് അതൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഷോപ്പ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രിമിക്സ് യൂസ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് അതിനെ അവരെ കുറ്റം പറയാനും പറ്റില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഹോം മെയ്ഡ് കേക്കും ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന കേക്കും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ സ്പഞ്ച് തന്നെയാണ്. അപ്പൊ ആ ഒരു സ്പഞ്ച് നമ്മൾ ബേക്കറിക്കാർ ചെയ്യുന്ന പോലെ പ്രിമിക്സ് യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിന് നമ്മുടെ നിന്ന് വാങ്ങുന്നതും ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതും ഒരുപോലെയായി പോകും. അങ്ങനെ വേണ്ടാന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ ഹോം മെയ്ഡ് കേക്കിനെ ആശ്രയിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, പ്രിമിക്സ് യൂസ് ചെയ്യാത്തത്. പിന്നെ പ്രിമിക്സ് യൂസ് ചെയ്യുന്നത് ഷോപ്പുകാരാണ്. അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഈ വീഡിയോയ്ക്ക് ഇനി നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് വന്നിട്ട് ഒരു കാര്യവും ഇല്ല. എനിക്ക് വന്ന കമന്റ്സിനുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നിരിക്കുന്നത്. ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അതെന്തായാലും ഇൻഷാല്ല അടുത്ത വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങൾ പ്രിമിക്സ് വെച്ചിട്ടുള്ള കേക്ക് മേക്കിംഗ് ചോദിച്ചിട്ടുണ്ട്. അത് ഇൻഷാല്ല ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ. ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.